ശ്രീകണ്ഠ, താങ്കൾ എനിക്ക് നേരത്തെ അറിയാം, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഡീപ്പായിട്ട് പരിചയപ്പെട്ടിട്ടില്ല. നെന്മാറയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് താങ്കളിപ്പോൾ. വളരെ സന്തോഷം കണ്ടത്. തുടക്കത്തിൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, താങ്കളൊരു അധ്യാപകനായിരുന്നില്ലേ? തീർച്ചയായും. അധ്യാപകനായ താങ്കൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? അധ്യാപകനായിട്ടല്ല ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അത് ശരി. അതറിയില്ലായിരുന്നല്ലേ? ഇല്ലല്ല. ഞാൻ LP സ്കൂൾ മുതൽ അങ്ങനെ രാഷ്ട്രീയമോ ഒരു പശ്ചാത്തലമുള്ള ഒരു വീട്ടിലാണ് ജനിക്കുന്നത്. അച്ഛനും വലിയച്ഛന്മാരും ഒക്കെ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം തൊട്ട് ABVPയിലൂടെയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് ഞാൻ വരുന്നത്. ആ സ്കൂൾ കാലഘട്ടത്തിൽ ABVPയുടെ ലീഡറായിരുന്നു. കോളേജ് ക്യാമ്പസുകളിൽ ഒക്കെ ABVPയുടെ ശക്തമായ നേതൃനിരയിൽ വഹിച്ചുകൊണ്ടാണ് പാലക്കാട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലമാണ് എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടം. അത് ശരി, ഒറ്റയടിക്ക് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളല്ല. അച്ഛൻ ഒരു ഇടതുപക്ഷ അനുഭാവമുള്ള ആളായിരുന്നു. നേരത്തെ കുറച്ച് സമയം സംസാരിക്കുമ്പോൾ അത് അതിജീവിച്ചാണോ കോളേജിലും സ്കൂളിലൊക്കെ ഈ പ്രവർത്തനം നടത്തിയിരുന്നത്? സ്വാഭാവികമായിട്ട് അച്ഛൻ്റെ ഒരു പൊളിറ്റിക്സ് നമുക്കും താല്പര്യം ഉണ്ടാവും. പക്ഷെ ഞാൻ അതിനുശേഷം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് SFIയോടല്ല താല്പര്യം വന്നത് ABVPയോടാണ്. പക്ഷെ അത് വീട്ടിൽ അച്ഛന് വല്ലാതെ എതിർപ്പുണ്ടായിരുന്നു. അച്ഛനന്ന് പ്രാദേശികമായിട്ട് ഒരു കർഷക സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, പഞ്ചായത്തുകളെ ഭാരവാഹിയായിരുന്നു. പിന്നെ അച്ഛൻ്റെ അടുത്ത കൂട്ടുകാർ അന്നത്തെ MLA, CPMൻ്റെ MLA, പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെയാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ABVP പ്രവർത്തിക്കുമ്പോൾ വീട്ടിൽ ശക്തമായ എതിർപ്പ് അച്ഛൻ്റെ ഭാഗത്തും അന്ന് സമൂഹത്തിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ABVP ഇത്ര പ്രചരണത്തിലൊന്നുമില്ല. എന്തോ ഒരു വലിയ അപകടത്തിലേക്കാണ് മകൻ പോകുന്നത് എന്നുള്ള തരത്തിലേക്ക് ആളുകൾ പ്രചരിപ്പിച്ചത്. ശരി. അതിൻ്റെ ഒരു എതിർപ്പ് വീട്ടിൽ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതും അച്ഛൻ പറഞ്ഞത്, ഇനി ഇതുവരെയൊക്കെ ആയത് പോയിക്കോട്ടെ, കോളേജിൽ പോയി രാഷ്ട്രീയം പാടില്ല, പ്രത്യേകിച്ച് ABVP പാടില്ല. എനിക്കന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് അച്ഛൻ പഠിച്ച കോളേജ് വിക്ടോറിയയിലാണ് ആദ്യം കാർഡ് വരുന്നത്. പക്ഷെ അച്ഛൻ വിചാരിച്ചു അത് അവിടെ പോയെന്നാൽ മകൻ കയ്യിൽ നിന്ന് പോകും, ABVPയിലേക്ക് പോകും, കൂടുതൽ തീവ്രമാവും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ABVP ഇല്ലാത്തൊരു ക്യാമ്പസ് എന്ന നിലയിൽ നെന്മാറ NSS കോളേജിലേക്കാണ് എന്നെ ചേർത്തിയത്. എനിക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ എൻ്റെ രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പ്രീ ഡിഗ്രിക്ക് NSS നിർബന്ധിച്ച് ചേർത്ത്. അവിടെ ABVP ഇല്ല. പക്ഷെ ഞാൻ പോയി ഒരു 6 മാസം കഴിഞ്ഞപ്പം മെല്ലെ അവിടെ പ്രവർത്തകരാക്കിയിട്ടൊന്ന് ബന്ധപ്പെട്ട് അവിടെ വിദ്യാർത്ഥി യൂണിറ്റിൻ്റെ ABVPയുടെ പ്രവർത്തനത്തിൽ ഇൻവോൾവായി. അടുത്ത വർഷം ഇലക്ഷൻ നിൽക്കുകയാണ്. ABVP ആരും ഇല്ലാത്ത സമയത്ത്. അന്ന് ABVP എന്ന് പറഞ്ഞാൽ അടിച്ചൊതുക്കുന്നൊരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് KSUയുടെ ആധിപത്യം. SFI ഇല്ല. പക്ഷെ ഞാനന്ന് കാൻഡിഡേറ്റായി നോമിനേഷൻ കൊടുത്ത് സൈലൻ്റായിരുന്നു, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണം. ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് 7 വോട്ടിനാണ് പരാജയപ്പെട്ടത്. വീണ്ടും കോളേജിൽ സംഘർഷമായി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ. അങ്ങനെ വീട്ടിൽ അറിയണം, അച്ഛൻ വീണ്ടും വഴക്ക് പറഞ്ഞു, എന്നോട് അത് പാടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രീ ഡിഗ്രി കാലഘട്ടത്തും ഇങ്ങനെ വലിയ ഇഷ്യൂ വന്നപ്പോൾ അച്ഛൻ ആകെ നിരാശനായി. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും ചിന്തിക്കുന്നത്, ഇവൻ എവിടെ വിട്ടാലും ABVP തന്നെ. അതുകൊണ്ട് പാലക്കാടിലെ ക്യാമ്പസ് പൊളിറ്റിക്സ് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിടണം. അങ്ങനെ അച്ഛൻ അന്നത്തെ സൗഹൃദം കൊണ്ടൊക്കെ അന്വേഷിച്ചപ്പം പാലക്കാട് കോപ്പറേറ്റീവ് കോളേജ് ഉണ്ടായിരുന്നു. അത് CPMൻ്റെ കൺട്രോളിലുള്ള കോളേജ്. അവിടെ പൊളിറ്റിക്സ് ബാനാണ്. അവിടെ കൊണ്ടുപോയിട്ട് ഡിഗ്രിക്ക് തന്നെ ചേർക്കുകയാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വഭാവം അവിടെ ഉണ്ടാവുമല്ലോ. ഒരു 6 മാസത്തിനകത്ത് അവിടെ നോക്കി ABVPയുടെ യൂണിറ്റ് രൂപീകരിക്കണം. രൂപീകരിച്ച് അവിടെ പാലക്കാടാണ് ഉള്ളത്. അവിടെയുള്ള ആദ്യത്തെ യൂണിറ്റിൻ്റെ പതാക കൊടിമരം പോലും ഞാൻ വീടിനടുത്ത് കൊല്ലംകോട്ട് ഞാനും എൻ്റെ സുഹൃത്ത് അനൂപും കൂടെ കൊണ്ടുപോവുകയാണ് പാലക്കാട്ടേക്ക്. അത് ചെറിയ പ്രായമാണല്ലോ, 10-18 വയസ്സ്. അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ച് യൂണിറ്റ് രൂപീകരിച്ച് ABVPയുടെ പ്രവർത്തനം വീണ്ടും തുടങ്ങുന്നു. ഇത് കോളേജ് മാനേജ്മെൻറ്റ് അറിയുന്നു, എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയാണ്. വീണ്ടും പ്രശ്നം വീട്ടിലൊതിച്ചു. അച്ഛനത് കോംപ്രമൈസിന് വേണ്ടിയിട്ട് കോളേജിൽ വരികയാണ്. അച്ഛനും മാനേജ്മെൻറ്റും തമ്മിൽ, അന്ന് പ്രിൻസിപ്പളും തമ്മിൽ ഇത് സംസാരിച്ച് ഒരു എക്സ്ക്യൂസൊക്കെ കൊടുത്ത് ഇന്ന് വാൺ ചെയ്ത് തിരിച്ചു കയറ്റണമെന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ ഒരു കാരണവശാലും ഇയാളെ ക്യാമ്പസിൽ അഡ്മിറ്റ് ചെയ്യില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തകർ പാടില്ല എന്ന് പറഞ്ഞ് പുറത്താക്കണം. അന്ന് RSSൻ്റെയും അല്ലെങ്കിൽ BJPയുടെയൊക്കെ നേതാക്കന്മാർ ഇടപെട്ട് ഒരു കോംപ്രമൈസ് ശ്രമിച്ചു, നടന്നില്ല. അവസാനം അനിശ്ചിതകാല സമരത്തിലേക്ക് ആ ക്യാമ്പസ് മാറുകയാണ്, ഞങ്ങളെ തിരിച്ചെടുക്കാൻ. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചെടുത്തോടുകൂടി അച്ഛൻ്റെ മനസ്സിൽ മെല്ലെ ഒന്നും പതിയെ മാറാൻ തുടങ്ങി. കാരണം അന്ന് RSSൻ്റെ ജില്ലാ പ്രചാരകന്മാർ, സംഘാധികാരികളൊക്കെ വീട്ടിൽ വന്ന് അച്ഛനെ കാര്യങ്ങൾ ധരിപ്പിച്ച് ഒരു അപകടത്തിലേക്കല്ല മോൻ പോകുന്നത്, ഒരു നല്ല പ്രവർത്തകനായി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് മാറുന്നത്. അതോടുകൂടി അച്ഛൻ്റെ എതിർപ്പ് മെല്ലെ കുറയുക ചെയ്തു. പിന്നെ അന്ന് യുവമോർച്ച വിദ്യാർത്ഥികളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ആദ്യമായിട്ട് കേരളത്തിൽ വിദ്യാർത്ഥി സെല്ലിന് രൂപം കൊടുക്കുകയാണ്.
യുവമോർച്ച കുട്ടികളുടെ ഇടയിലേക്ക് ABVP അല്ലാതെ ഒരു സംവിധാനത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ യുവമോർച്ച കേരളത്തിൽ ആദ്യമായിട്ട് വിദ്യാർത്ഥി സെല്ലിന് രൂപം കൊടുത്തപ്പോൾ അതിൻ്റെ പാലക്കാടിൻ്റെ ആദ്യത്തെ കൺവീനറായിട്ട് എന്നെ പോസ്റ്റ് ചെയ്യണം. ശരി. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ജില്ലാതലത്തിൽ വിദ്യാർത്ഥി നേതാവായിട്ട് അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ വീട്ടിൽ എതിർപ്പുമല്ലേ മാറുന്നു. പിന്നെ ശക്തമായ വിദ്യാർത്ഥി സമരങ്ങൾ പാലക്കാട് ജില്ലയിലെ എല്ലാ പ്രധാന പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി പൊളിറ്റിക്സ് നമ്മൾ കൈകാര്യം ചെയ്തത്. അതോടൊപ്പം തന്നെ ശ്രീനാരായണ യൂത്ത് മൂവ്മെൻറ്റ് തുഷാർ വെള്ളാപ്പള്ളി സാറിൻ്റെ ഒരു ബന്ധവും ഒക്കെ ആയിട്ട് അതിൻ്റെ പാലക്കാടിൻ്റെ കൺവീനറുമായിട്ടാണ് ആ വിദ്യാർത്ഥി കാലഘട്ടങ്ങളിൽ എൻ്റെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നത്. ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നല്ലത് അധ്യാപനമാണോ അല്ലെ രാഷ്ട്രീയമാണോ? രണ്ടിൻ്റേതായ ഒരു മേഖലയുണ്ട്. കുട്ടികളിൽ ഡയറക്റ്റായിട്ട് നമ്മളൊരു രാഷ്ട്രീയത്തിൻ്റെ ആശയവും പ്രചരിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം കുട്ടികളെ പല കാഴ്ചപ്പാടില്ല, നമ്മളെക്കാൾ എന്താ പറയുക, ചിന്താഗതികളിൽ കാഴ്ചപ്പാടുകളിൽ വൈവിധ്യം പുലർത്തുന്ന ഒരു തലമുറയാണ് വിദ്യാർത്ഥികൾ. നമ്മളൊക്കെ ഒരു പ്രായം ചെല്ലും തോറും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യും. അവരങ്ങനെയല്ല, വ്യത്യസ്ത മേഖലകളിൽ അവർ ഒരേ സമയം വ്യാപൃതരാകാൻ കഴിയുന്ന ഒരു തലമുറയാണ് വിദ്യാർത്ഥികൾ. അപ്പോൾ അവരിലെ ആ ചിന്താഗതികൾ ഏതായി മാറണം എന്നുള്ളത് അവർ തീരുമാനിക്കണം, അവരുടെ ടേസ്റ്റാണ്. അതെ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച്, ഞാൻ പറഞ്ഞില്ല, ഇഷ്ടപ്പെട്ട ക്യാമ്പസിൽ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റാത്ത, അല്ല എന്നെ സംബന്ധിച്ചുള്ള വല്ലാത്തൊരു നഷ്ടബോധം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന കുട്ടികൾ എന്താണോ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിലേറ്റവും ഉദാത്തമായൊരു തലം കാണിച്ചു കൊടുക്കലാണ് ഒരു അധ്യാപകൻ്റെ കടമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അവരെ അതിൽ ഏറ്റവും ഉദാത്തമായ തലങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതാണ് ഒരു അധ്യാപകൻ്റെ കടമ. സ്വാമി വിവേകാനന്ദനെ പോലും ആ ക്ലാസ് മുറിയിലെ ചർച്ചകളാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്തേക്ക് എത്തിച്ചത്. ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ കേട്ട് കാണാം, ഈശ്വരീയ സാക്ഷാത്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അനുഭവിച്ചത് ആരുണ്ടെന്ന് ചോദിക്കുക. അപ്പോഴാണ് അധ്യാപകൻ പറയുന്നത്, ഇതിൻ്റെ വ്യക്തമായ ഉത്തരം കിട്ടണമെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്തേക്ക് പോകണം. ആ ക്ലാസ് മുറിയിലെ ചർച്ചകളാണ് ആ നരേന്ദ്രൻ എന്ന പയ്യനെ വിവേകാനന്ദനാക്കാനുള്ള ഒരു ടേണിംഗ്. അത് ഒരു അധ്യാപകൻ ചെയ്യേണ്ട കാര്യം, കുട്ടികളിൽ നമ്മുടെ ആശയത്തെ അടിച്ചേൽപ്പിക്കുക അല്ല ചെയ്യേണ്ടത്, കുട്ടികളുടെ ആശയത്തെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ പുറത്തുള്ള രാഷ്ട്രീയം തികച്ചും വ്യത്യസ്തമാണ്. നമ്മളവരിൽ ഒരു രാഷ്ട്രീയ ബോധം, ദിശാബോധം എന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, ഒരു നല്ല രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ലക്ഷ്യം. പരമ്പരാഗതമായി ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ എടുക്കുകയാണെങ്കിലും ഒരു CPM, ഒരു കോൺഗ്രസ്, ഇവർ തമ്മിലുള്ള, അല്ലെങ്കിൽ LDF UDF തമ്മിലുള്ളൊരു ക്ലാഷാണ് കാണാറുള്ളത്. ഈ നെന്മാറയുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് ആരാണെന്നറിയാമല്ലോ നമുക്ക്, LDF-കാരാണ്. എന്തായിരിക്കാം താങ്കളുടെ ഒരു ഐഡിയ നെന്മാറ എങ്ങനെയാക്കണം എന്നുള്ളത്? അല്ല, നെന്മാറയുടെ പൊളിറ്റിക്സ് എന്നുള്ളത് ഇത്തവണ NDAയും LDFും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റാണ് വരിക. കോൺഗ്രസ് പല ഗ്രാമപഞ്ചായത്തിൽ നിന്നും UDF പിന്തള്ളപ്പെട്ടു. മുതലമട പഞ്ചായത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് NDA ആണ്, BJP ആണ്. കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത് NDA ആണ്. കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത്, ഇങ്ങനെ ഒട്ടേറെ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രതിപക്ഷമായി നിൽക്കുന്നത് കോൺഗ്രസ് അല്ല, NDA ആണ്. നെല്ലിയാമ്പതിയിൽ ഒരു സീറ്റാണ് കിട്ടുന്നത്, ഭൂരിപക്ഷം സീറ്റുകളിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്നത് NDA ആണ്. അപ്പോൾ നെന്മാറയുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് LDFും NDAയും തമ്മിലുള്ള ഒരു മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അതിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് NDA നോക്കിക്കാണുന്നത്. കേരള രാഷ്ട്രീയത്തിന് ഈ സ്വാഭാവികം യോജിക്കാത്തതാണ് ഒരു NDAയുടെ രീതി എന്ന് പരക്കെ ഒരു പ്രചരണമുണ്ട്. അതിനെങ്ങനെ ഖണ്ഡിക്കും? അതിന് കേരള രാഷ്ട്രീയം 57 മുതൽ ആയില്ലേ, 10-70 വർഷമായില്ലേ. എന്താണ് കേരളത്തിൻ്റെ യോജിക്കുന്ന രീതിയിലേക്ക് LDF UDF ചെയ്തിട്ടുള്ളത്? കേരളത്തിൻ്റെ സത്വത്തെ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയെ നിലനിർത്തുന്ന എന്താണ് ഇപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ 70-69 വർഷം ആയിട്ടും നിലനിൽക്കുന്നത്? ഒന്നുമില്ല. കേരളത്തിൽ കുട്ടികൾ പഠിക്കാൻ തയ്യാറാവുന്നുണ്ടോ? ഇല്ലല്ലോ. കേരളത്തിൽ വളർന്ന ഓരോ കുട്ടിയും കേരളത്തിൽ നിൽക്കാൻ തയ്യാറില്ല. ചെറുപ്പക്കാർ ഇവിടെ നിൽക്കാൻ തയ്യാറില്ല. പിന്നെയാണോ LDF UDF ഇവർക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് പരമ്പരാഗത തൊഴിൽ ഇവിടെ നിലനിർത്തുന്നുണ്ടോ? കേരളത്തിൻ്റെ പരമ്പരാഗത തൊഴിലായ കൈത്തറി, കശുവണ്ടി, കയറ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലയും തകർത്തില്ലേ? അപ്പം യഥാർത്ഥത്തിൽ ആ ചോദ്യം, കേരളത്തിൻ്റെ സംസ്കാരത്തെ തകർക്കുന്നത് LDFും UDFുമാണ്. ഇവിടെയാണ് ഞങ്ങളുടെ സ്പേസ്. നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഓരോ സ്റ്റേറ്റിലും അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണോ അതിനെ ഉയർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗുജറാത്തിലെ മേഖലയിൽ എന്താണോ ഉള്ളത്, വജ്രനിർമ്മാണമാണെങ്കിൽ അതിനെ ഉയർത്തിക്കൊണ്ട് വരുന്നു. UPയിൽ കൈത്തറി,
അത് ലോകോത്തര നിലവാരത്തിൽ കൊണ്ടുവരുന്നു. ഓരോ ഗ്രാമത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഉൽപ്പാദനം, അവിടുത്തെ ഐഡൻറ്റിറ്റി, സ്വത്വം എന്താണോ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ ലോകോത്തര നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഇവിടെയാണ് വിശാലമൊരു സ്പേസ് ഇന്ത്യക്കുള്ളത്. കഴിഞ്ഞ 69 കൊല്ലം കേരളത്തിൻ്റെ സംസ്കാരത്തെ തകർത്ത, കേരളത്തിൻ്റെ അടിസ്ഥാന വിഭാഗങ്ങളെ തകർത്ത, പരമ്പരാഗത വ്യവസായത്തെ, കൃഷി, കശുവണ്ടി, കൈത്തറി എല്ലാ മേഖലയും തകർത്ത LDFനും UDFനും ഒരു ബദൽ ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വാദമല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ ചെയ്ത ഒരു മാതൃകയുണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ. ആ തരത്തിലേക്ക് കേരളത്തിൻ്റെ സംസ്കാരത്തെ, കേരളത്തിൻ്റെ പരമ്പരാഗത വ്യവസായത്തെ, കേരളത്തിൻ്റെ തനിമയെ വീണ്ടെടുക്കുന്ന ഒരു മുന്നണിയായിരിക്കും ദേശീയ ജനാധിപത്യ സഖ്യം. പലപ്പോഴും BDJS എന്ന് പറഞ്ഞൊരു സാമുദായിക സംഘടനയായിട്ടാണല്ലോ ഒരു സ്റ്റാമ്പിങ് വരുന്നത്. ഒരു ഘടകകക്ഷി എന്ന നിലയിൽ എങ്ങനെ പ്രവർത്തിക്കാനാണ് താങ്കൾ പരിപാടിയിട്ടിരിക്കുന്നത്? അല്ല, എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് BDJSന് മുൻപ് തന്നെ ഒരു സ്വയം സേവനം സംഘപ്രവർത്തനമായിട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് ഒരു ഘടകകക്ഷിയും ഒരു വലിയ പാർട്ടിയും തമ്മിലുള്ള ഒരു വ്യത്യസ്ത ആശയ സംഘർഷങ്ങളൊന്നുമില്ല. ഞങ്ങളൊരു പ്ലാറ്റ്ഫോമിൽ ദേശീയ ജനാധിപത്യ സഖ്യം നരേന്ദ്രമോദിജി വിഭാവനം ചെയ്യുന്ന, കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർജിയും തുഷാർ വെള്ളാപ്പള്ളി സാറും നയിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ മൂവ്മെൻറ്റിന് കേരളത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. അതിനുതകുന്ന വികസന കാഴ്ചപ്പാടുള്ള, കേരളത്തിൻ്റെ വിശ്വാസം സംരക്ഷിക്കുന്ന, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചുരുങ്ങിയ 12 വർഷം കൊണ്ട് കാണിച്ചു കൊടുത്ത ഒരു വലിയ വികസന കാഴ്ചപ്പാടുണ്ട്. അത് നെന്മാറ മണ്ഡലത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പോഴുള്ളൊരു സാഹചര്യത്തിൽ BDJSൻ്റെ പ്രസക്തി എന്താണ്? സാമൂഹ്യനീതിയുടെ നിഷേധമായിരുന്നു ഈ സംഘടന രൂപീകരിക്കാനുള്ള കാരണം. ഇവിടെ സാമൂഹ്യനീതി നിഷേധിക്കപ്പെട്ട എല്ലാ ആളുകൾക്കും ഒരു രാഷ്ട്രീയ മുഖം വേണം എന്നുള്ളതിന് പേരിലാണ് ഉണ്ടായത്. ഇന്നും അതിന് വലിയ മാറ്റമൊന്നുമില്ല. UDFൻ്റെ കാലഘട്ടത്ത് ഈ റവന്യൂ വരുമാനം മുഴുവൻ, അത് വ്യവസായം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം, ഈ പ്രധാന വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ലീഗും ആ ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയവുമാണ്. ബാക്കി ആർക്കും പ്രസക്തിയില്ല. അപ്പോൾ സർക്കാരിൻ്റെ റവന്യൂ മുഴുവൻ ചോർത്തിയെടുക്കുന്ന ഒരു സാഹചര്യം അന്ന് നിലനിന്നപ്പോഴാണ് ഇപ്പം KM ഷാജി ലീഗിൻ്റെ MLA ഒരു പ്രസംഗം വൈറലാണ്. മതമാണ് എല്ലാം എന്ന് പറയുന്ന രീതി. ഞങ്ങളുടെ ഐഡൻറ്റിറ്റി മതമാണെന്ന് പറയുന്നു. ഈ അധികാരത്തിലേക്ക് വരുന്നത് മന്ത്രിയാവാനോ MLA ആവാനോ അല്ല, കഴിഞ്ഞ 10 കൊല്ലം സമുദായത്തിന് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനാണ് എന്ന് ഷാജി പറയുന്നു. ഇത് സമൂഹത്തിൻ്റെ മുൻപിൽ വലിയ ഭയം ഉണ്ടാക്കുന്നുണ്ട്. കാരണം വീണ്ടും UDF വന്നാൽ ഇതിനാണോ വരുന്നത്? അങ്ങനെ വരുമ്പോൾ ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ നിഷേധിക്കപ്പെട്ടവൻ്റെ സ്പേസ് കേരള രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും? അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ വലുത് ചർച്ച ചെയ്യാതെ പോകുന്നൊരു കേസുണ്ട്. ഇടതുപക്ഷം വിദ്യാഭ്യാസ മേഖലയിൽ പുതുതായിട്ട് ഒന്നും കൊടുക്കില്ല, എയ്ഡഡ് കൊടുക്കില്ല എന്ന് പറയുന്നൊരു അവരുടെ ഒരു പോളിസിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 15 ദിവസം മുൻപ് കാന്തപുരത്തിൻ്റെ സ്വാശ്രയ മെഡിക്കൽ കോളേജ്, യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി കൊടുത്തു. 15 ദിവസം മുൻപ് ഒരു ചലനവും കേരളത്തിൽ ആരും ചർച്ച ചെയ്തില്ല. അപ്പോൾ ഒരു കുടിപ്പള്ളിക്കൂടം എയ്ഡഡ് ആക്കാൻ കഴിയാത്ത പോളിസിയുള്ള സർക്കാർ, ഒരു പുതുതായിട്ട് ഒരു എയ്ഡഡ് സ്കൂൾ കൊടുക്കാൻ പറ്റാത്ത സർക്കാർ എങ്ങനെയാണ് ഇത്രയും വലിയ ബാധ്യത ഉണ്ടാക്കുന്ന യുനാനി സ്വാശ്രയ മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി കൊടുത്തത്? അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെയുള്ളൊരു വിവേചനം നിലനിൽക്കുന്നിടത്തോളം കാലം BDJSന് രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. സാമൂഹ്യ നീതി എന്നുള്ളത്, സോഷ്യൽ ജസ്റ്റിസ് എല്ലാവർക്കും ലഭിക്കണം എന്നുള്ള ഒരു വലിയ വിശാലമായ ആശയമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അധികാരമാണോ ആശയമാണോ മുന്നിൽ നിൽക്കുന്നത്? സ്വാഭാവികമായിട്ടും ആശയം തന്നെയാണ്. ഒരാശയത്തിൻ്റെ പേരിലാണ് 10 വർഷമായിട്ട് ഞങ്ങൾ ഈ മുന്നണി നിൽക്കുന്നത്. ഷോർട്ട് കട്ടിൽ അധികാരമാണെങ്കിൽ പല മേഖലയിലേക്ക് പോകാം, പെട്ടെന്ന് MLA ആവാനും ഒരുപാടുണ്ട്, അതിന് ആപ്റ്റായിട്ടുള്ള പല സാഹചര്യമുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം തുഷാർജി എടുത്ത പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇവിടെ ആശയമാണ്. നരേന്ദ്രമോദിജി വിഭാവനം ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അഴിമതിയില്ലാത്ത വികസനത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ഒരു പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സിനൊപ്പം നിന്ന് പോവുക എന്നുള്ള ഒരാശയത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് ഷോർട്ട് കട്ടിന് അധികാരമല്ല. അത് എത്ര കാലം ചെന്നാലും ഈ ആശയം കേരളത്തിൻ്റെ മണ്ണിൽ പ്രാവർത്തികമാകും എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ, ഞാൻ കണ്ടു വളർന്നൊരു പൊളിറ്റിക്സ് ഉണ്ട്. എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടം തൊട്ട് ഞാൻ കണ്ട പൊളിറ്റിക്സ് ഒരിക്കലും അധികാരികളുടെ കൂടെ ആയിരുന്നില്ല ഞാൻ വളർന്നത്.
നിശബ്ദമായി രാഷ്ട്ര സേവനം നടത്തുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രചാരകന്മാരുള്ള ഒരു സംഘടനയാണ് ഞാൻ കണ്ടു വളർന്നത്, RSSൻ്റെ. അവരൊന്നും ഒരിക്കലും അധികാരത്തിലേക്ക് മാറിയിട്ടില്ല. പത്രത്തിലൊരു ഫോട്ടോ വരില്ല, എവിടെയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരില്ല. ഇവിടെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി, ജനസേവനത്തിന് വേണ്ടി ജീവിതം ഹോമിക്കുന്ന ഒരു വലിയ ആശയപ്രചരണം നടത്തുന്ന ഒരു വലിയ മേഖല കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ആശയം തന്നെയാണ് പ്രയോറിറ്റി. അല്ലാതെ അധികാരം എന്നുള്ളത് ഒരു ടൂൾ മാത്രമാണ്. ആശയത്തെ ജനങ്ങളുടെ മുൻപിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ മാത്രമേ അധികാരമുള്ളൂ. അധികാരത്തിന് വേണ്ടി ആശയത്തെ കുഴിച്ചുമൂടുന്ന പരിപാടി എൻ്റെ പ്രസ്ഥാനത്തിനുമില്ല, വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് അവസാന നിമിഷം വരെയും ആശയത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് തുഷാർജി ഞങ്ങളോടും പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തും വരുന്നത്. അതുകൊണ്ട് NDA എന്നുള്ള സംവിധാനത്തിൻ്റെ നരേന്ദ്രമോദിയുടെ ആശയത്തിന് വേണ്ടി 100% ഞങ്ങളുണ്ടാവും. നെന്മാറ കൂടുതലുമായൊരു കാർഷിക മേഖലയാണ്, അല്ലെങ്കിൽ കർഷകരാണ് അവിടെ കൂടുതലും. നമ്മൾ എന്ത് പറഞ്ഞാലും കർഷകരുടെ വോയിസ് കേൾക്കാൻ ഇപ്പോഴും ഏത് സർക്കാർ വന്നാലും ഇച്ചിരി പുറകോട്ടാണ്. പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നെന്മാറിൽ ഒരുപാട് സാധ്യതയുണ്ട്. എല്ലാം താങ്കൾ സൂചിപ്പിച്ച പോലെ അറിയാലോ, കാർഷിക മേഖലയാണ്, കർഷക ഗ്രാമങ്ങളാണ്. അവിടുത്തെ പ്രധാന കൃഷിക്കാരുടെ വിഷയമെന്ന് പറയുന്നത് അവർ നെല്ല് സംഭരിച്ചാൽ കൃത്യമായി പൈസ കിട്ടണം. കേരളത്തിൽ ഇപ്പോൾ അതില്ല. ഒരു കർഷകൻ എന്ന് പറയുന്ന 6 മാസം പണിയെടുത്ത് അവൻ്റെ മക്കളെ നോക്കുന്ന പോലെ നോക്കിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഉൽപ്പാദിപ്പിച്ച നെല്ല് കൃത്യമായി എടുക്കാൻ സംഭരിക്കാനോ സംഭരിച്ച നെല്ലിൻ്റെ പൈസ കൊടുക്കാനോ ഇന്ന് കേരളം തയ്യാറല്ല. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ഓരോ ക്രോപ്പിലും സംഭരണ വില വർദ്ധിപ്പിച്ചുകൊണ്ട് വരിക, സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്നു, കുറച്ചുകൊണ്ട് വരുന്നു. ഇതൊരു രാഷ്ട്രീയ ഇടപെടലാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. സർക്കാരിനെ കൊണ്ട്, സംസ്ഥാന സർക്കാരിനെ കൊണ്ട് അത് തിരുത്തണം. എന്ന് കൃഷിക്കാർ കൊയ്ത് ആ നെല്ലുണ്ടാക്കുന്നോ അന്ന് തന്നെ സംഭരിക്കാനുള്ള സാഹചര്യം 1-2 ദിവസം കൊണ്ട് ഉണക്കം പാകമായാൽ അത് സംഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഉടൻ തന്നെ അവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടണം. സെൻട്രൽ ഗവൺമെൻറ് ഏത് സാഹചര്യത്തിലും ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് ഉടൻ പൈസ എത്തിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. അത് 6 മാസവും 1 വർഷം കഴിഞ്ഞിട്ടാണ് കൃഷിക്കാർക്ക് പൈസ കിട്ടുന്നത്. അത് തന്നെ കടമായിട്ടാണ് കൊടുക്കുന്നത്, ലോണായിട്ടാണ് കൊടുക്കുന്നത്. ഈ സംവിധാനം മാറണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം. എൻ്റെ നല്ല സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അതാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന മുതലമട മാംഗോ സിറ്റി എന്നാണ് പറയുന്നത്. മുതലമട, കൊല്ലംകോട്, എലവഞ്ചേരിയിലൊക്കെ ഉണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മാങ്ങ സംഭരിക്കാനോ എക്സ്പോർട്ട് ചെയ്യാനോ സർക്കാരിൻ്റെ ഭാഗത്ത് ഹോർട്ടിക്കൾച്ചർ ഒരു ഇടപെടലുമില്ല. മാത്രമല്ല, ഞങ്ങൾ കുറ്റപ്പെടുത്ത കർഷകർ വെറുതെ മരുന്നടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള വാദം. ആ പാവങ്ങൾ മരുന്നടിക്കുന്നത് സർക്കാരിൻ്റെ സഹായമില്ലാത്തതുകൊണ്ടാണ്. ഒരു അസുഖം വന്നു, കീടം വന്നു, പ്രോപ്പറായിട്ട് അതിന് ഏത് മരുന്ന് തെളിക്കണം, എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഹോർട്ടിക്കൾച്ചറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്നോ സയൻറ്റിസ്റ്റുകളോ അവിടെ ഇല്ല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് മുതലമട കേന്ദ്രീകരിച്ചോ കൊല്ലംകോട് കേന്ദ്രീകരിച്ചോ ഒരു സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കും, ഒരു സയൻറ്റിസ്റ്റിനെ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യണം. കാരണം ഇതിനകത്ത് ധാരാളം കീടങ്ങൾ വരുന്നുണ്ട്. ഈ പാവങ്ങൾ സ്വയം ഏതെങ്കിലും മരുന്ന് കമ്പനി പറയുന്നതിനനുസരിച്ച് ജീവിക്കല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുമില്ല. അതുമാത്രമല്ല, അവിടെ എക്സ്പോർട്ടിന് വേണ്ട സഹായങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന മാങ്ങ, ആയിരക്കണക്കിന് കോടിയുടെ വിറ്റ് വരെയുള്ള ഒരു കാർഷിക മേഖലയാണ് മാങ്ങ. അത് കൃഷിയായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായം ചെയ്യലാണ് അടുത്തൊരു ലക്ഷ്യമെന്നുള്ളത്. പിന്നൊന്നുള്ളത് പച്ചക്കറി മേഖല. മലയോര മേഖല മുഴുവൻ എലവഞ്ചേരി പോലുള്ള അവിടുത്തെ ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് പച്ചക്കറി ഉണ്ടാകുന്നത്. പലപ്പോഴും പച്ചക്കറി ഉൽപ്പാദിക്കുന്നത് സീസൺ മോശമാണെങ്കിൽ എല്ലാം നഷ്ടപ്പെടുകയാണ്. ഇതിനെ സംഭരിക്കാനോ അവർക്ക് വേണ്ട സഹായം ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനുള്ള സഹായം സർക്കാരുടെ ഭാഗത്തു നിന്നില്ല. ഇങ്ങനെ 3 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ മുതലമടയൊക്കെയുള്ള നാളികേര ഗ്രാമങ്ങളാണ്, അവിടെയൊക്കെ ബൈ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം. ഇങ്ങനെ 3-4 മേഖലകളാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി കൊടുക്കുന്ന മേഖല. പക്ഷെ ഇതിനെല്ലാം നമുക്ക് വേണ്ടത് വെള്ളമാണ്. അത് കിട്ടാനാണ് ഏറ്റവും പാട് അവിടെ. അതെന്തുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധി വെള്ളത്തിൽ? ഏറ്റവും കൂടുതൽ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നെന്മാറയാണ്. പറമ്പുകളും കേട്ടിട്ടുണ്ടല്ലേ? അവിടെ 3 ഡാമുണ്ട്, എല്ലാം ഒരു പഞ്ചായത്തിലാണ്, മുതലമട പഞ്ചായത്തിലാണ്. ഈ പറമ്പിക്കുളത്തെ 3 ഡാമിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് തമിഴ്നാട്, എന്താ പറയുക, മധുര ജില്ല വരെ
ആ പ്രദേശങ്ങൾ ഉടുമൽപേട്ട, പഴനി എല്ലാ പ്രദേശങ്ങളും ജലസേചനം നടത്തുന്നത് ഈ കേരളത്തിൽ വെള്ളം ഉപയോഗിച്ചിട്ടാണ്. അല്ല, അപ്പോൾ അതിനൊരു കരാറുണ്ടാവില്ലേ? കരാറുണ്ട്. മറ്റൊരു വശം, ആ പഞ്ചായത്ത് ഡാം സ്ഥിതി ചെയ്യുന്ന മുതലമട പഞ്ചായത്തിൽ മിക്ക സമയം വരൾച്ചയായിരിക്കും. ആ വെള്ളത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല. കാലഹരണപ്പെട്ട ഒരു കരാറുണ്ട്, പറമ്പിക്കുളം ആളിയാർ കരാർ. 30 വർഷം കഴിഞ്ഞാൽ പുതുക്കണമെന്നാണ്. പക്ഷെ കരാർ രൂപീകരിച്ച് ഇന്നേ വരെ പുതുക്കാനോ അതിൻ്റെ പേരിൽ ഒരു ചർച്ച ചെയ്യാനോ ജനപ്രതിനിധികൾക്ക് അവിടെ കഴിയാറില്ല. ഈ ആളിയാർ കരാറിൽ ആളിയാർ ഡാമിൽ വന്നിട്ട വെള്ളമാണ് നമുക്ക് അളന്നു തരുന്നത്, 7.25 TMC വെള്ളം. തമിഴ്നാട് എന്ത് ചെയ്തിരുന്നു, ഈ കരാറിൻ്റെ ലംഘനം നടത്തി കോണ്ടൂർ കനാൽ എന്നുള്ളതുണ്ട് ഈ ഡാമിൻ്റെ മുകളിൽ, വലിയ ആഴത്തിലുള്ളതാണ്. ആ കനാലുണ്ടാക്കി, അത് കരാറിന് വിരുദ്ധമാണ്. തമിഴ്നാട് ഈ വെള്ളം 24 മണിക്കൂറും എല്ലാ ദിവസവും അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു ഏരിയയാണത് ഈ കോണ്ടൂർ കനാൽ മേഖല. നമുക്ക് മാധ്യമങ്ങൾക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, ആർക്കും പോകാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ വെള്ളം, അർഹതപ്പെട്ട വെള്ളം ചൂഷണം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ നിസ്സഹരായി നോക്കി നിൽക്കുന്നു. പാവപ്പെട്ട ജനങ്ങൾ കുറേ സമരങ്ങൾ നടത്തുന്നു, പ്രക്ഷോഭം നടത്തുന്നു, അത് കഴിഞ്ഞാൽ അത് ഒതുങ്ങിപ്പോകുന്നു. ജനപ്രതിനിധികൾക്കിത് കരാർ പുതുപ്പിക്കാനോ അല്ലെങ്കിൽ അർഹതപ്പെട്ട വെള്ളം മുതലമുടയ്ക്കോ കൊല്ലങ്കോടിനോ നെന്മാർക്കോ കൊണ്ടുവരാനോ കഴിയാത്തൊരു സാഹചര്യം അവിടെയുണ്ട്. ഇതിനെതിരെ ശക്തമായൊരു തിരുത്തലായിരിക്കണം ഈ ഇലക്ഷനിൽ ഉണ്ടാവേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നൊന്നുള്ളത് കുരിയാർകുറ്റി കാരപ്പാറ പദ്ധതി. ഈ വെള്ളം മുഴുവൻ ചാലക്കുടി പുഴയിലേക്കും കുറേ ഒഴുകി പോകുന്നുണ്ട്. ഇതിനെ ടണൽ വഴി ഈ നെന്മാറ മണ്ഡലത്തിലേക്ക് എത്തിച്ചാൽ ഇവിടുത്തെ രൂക്ഷമായ എല്ലാ പ്രശ്നം കഴിയും. പാലക്കാടിൻ്റെ നെന്മാറയുടെ മാത്രമല്ല ഭാരതപ്പുഴയിലേക്ക് കൊണ്ടുവന്നാൽ ഏകദേശം പാലക്കാട് ജലക്ഷാമത്തിന് മുഴുവൻ പരിഹാരം കാണുന്ന 2 സ്കീമാണ്. ഒന്ന് ഈ പറമ്പിക്കുളം ആളിയാർ പുതുക്കി കേരളത്തിൻ്റെ വെള്ളം തിരിച്ചു കൊണ്ടുവരും. പിന്നെ അതുള്ള കുരിയാർകുറ്റി പ്രൊജക്റ്റ്. ഈ 2-ലൂടെയും പാലക്കാടിൻ്റെ വരൾച്ചയ്ക്ക് ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടില്ലേ എവിടെയായിരുന്നു? ഉണ്ട്. ഞാൻ തന്നെ ഒരു മീങ്കര ചുള്ളിയാർ ജലസംരക്ഷണ സമിതി എന്നുള്ള രാഷ്ട്രീയത്തിന് അതീതമായൊരു കൂട്ടായ്മ ഉണ്ടാക്കി ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരൻ്റെ സമരങ്ങൾക്ക് അറിയാലോ, ഒരാഴ്ച 2 ആഴ്ച ഈ ബദിരകരണങ്ങളുടെ മുൻപിലുള്ള വിലാപങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ലല്ലോ. കേരളം ഒരാളും, അത് ചീഫ് സെക്രട്ടറി ആണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലാണ് അന്തർ സംസ്ഥാന നദീജല കരാർ വരുന്നത്. ആ മുഖ്യമന്ത്രി അനങ്ങുന്നില്ല. ജനപ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ അറിയാലോ, പ്രത്യേകിച്ച് ഭരണകക്ഷിയിലുള്ള MLA മാർ മുഖ്യമന്ത്രിയുടെ മുൻപിൽ ഒന്നും പറയാറില്ല. അങ്ങനെ ജനങ്ങളെ പാടെ അവഗണിക്കുന്നൊരു സാഹചര്യമാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ അവിടെ അനുഭവിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെയാണ് നെന്മാറയുടെ അങ്ങനെ സംഭാവനയുണ്ടോ? പറയുന്നത് വളരെ മോശമാണ്. ഒരു സർക്കാർ കോളേജോ എയ്ഡഡ് കോളേജോ ഇല്ലാത്ത കേരളത്തിലെ ഏക മണ്ഡലം ചോദിച്ചാൽ അത് നെന്മാറയാണ്. ഇപ്പോഴും ഒരു കോളേജും ഇല്ല. എവിടെ പോയി പഠിക്കുന്നത്? കോയമ്പത്തൂരിലേക്ക്. കാലത്ത് 7 മണി മുതൽ 6:30 മുതൽ 100 കണക്കിന് ബസ്സാണ് ഇവിടെ അന്യസംസ്ഥാനങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത്. സാങ്കേതികമായി നെന്മാറ കോളേജ് പേര് നെന്മാറയാണെങ്കിലും അത് ആലത്തൂർ നിയോജകമണ്ഡലത്തിലാണ്. നെന്മാറ അസംബ്ലിയിൽ ഒരു സർക്കാർ കോളേജും എയ്ഡഡ് കോളേജും ഇല്ല. ഈ കുട്ടികൾ ഒരു സെം ഫീസ് 20,000 25,000 രൂപ കൊടുത്തിട്ട് ഒരു സെം ഫീസും കൊടുത്തിട്ടാണ് മറ്റ് സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്നത്. അതും സ്വാശ്രയ കോളേജ് മുഴുവൻ അന്യ സംസ്ഥാനങ്ങൾ. അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്ക്, സാധാരണക്കാരുടെ മക്കൾക്ക് ഒരു സർക്കാർ കോളേജ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വിദ്യാഭ്യാസം സൗജന്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഇന്നേ വരെ ഈ ഐക്യകേരളം നിലവിൽ വന്ന ശേഷം ഒരു ജനപ്രതിനിധിയും ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല. അങ്ങനെ വിദ്യാഭ്യാസ കാലത്തിൽ വളരെ പുറകെ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് നെന്മാറ. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോഴാണോ ഇത്തരം വിഷയങ്ങളെല്ലാം പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ഇത് തുടർച്ചയായിട്ട് അവിടെ വരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമാണോ? അല്ല, ഇതെല്ലാം ശ്രദ്ധപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ തവണ കൂടെ മത്സരിച്ചായിരുന്നു. എൻ്റെ ആവശ്യം, പ്രകടന പത്രിക ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ സ്വാഭാവികമായും ഇത് പരിഹരിക്കാൻ, അതിപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ആര് ജയിച്ചാലും ഈ മണ്ഡലത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ അത് ആരും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് വീഴ്ച എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. താങ്കൾ ജയിച്ചാൽ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു 3 കാര്യങ്ങൾ എന്തായിരിക്കും നെന്മാറയ്ക്ക് വേണ്ടി? നെന്മാറയിൽ ആദ്യം കൊണ്ടുവരുന്നത് ഒരു സർക്കാർ കോളേജ് നെന്മാറ മണ്ഡലത്തിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. പിന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ച കാർഷിക മേഖലയിൽ അത് നെൽകർഷകരുടെയും അതുപോലെ തന്നെ മാങ്ങാ കർഷകരുടെയും പച്ചക്കറി കർഷകർക്കും സഹായകരമാകുന്ന ഒരു പ്രൊജക്റ്റ് അവിടെ കൊണ്ടുവരികയും അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ സഹായിക്കാനുള്ള ഒരു സ്കീമായിരിക്കും ചെയ്യുന്നത്. പിന്നെന്നുള്ള ഏറ്റവും വലിയ മോശമായിട്ടുള്ള സാഹചര്യം, സംസ്ഥാന പാത ഇല്ലാത്ത ഒരു മണ്ഡലം അവിടെയാണ്. അനീഷ് ജി വന്നിട്ടുണ്ടാവും.
ഗോവിന്ദാപുരത്തിന് അപ്പുറത്ത് ഹൈവേ ഡെവലപ്പാണ്. അതുപോലെ തന്നെ വടക്കഞ്ചേരിക്ക് ഇപ്പുറമുണ്ട്. ഇവിടെ ചെറിയൊരു വഴിയാണ്, ചെറിയ വഴി. അതായത് കേരളം രൂപീകരിച്ച സമയത്തുള്ള ഒരു പാത എങ്ങനെയാണോ അങ്ങനെയാണ് മംഗലം ഗോവിന്ദാപുരം പാത കിടക്കുന്നത്. നേരത്തെ അത് ഹൈവേ ആക്കാനുള്ള പദ്ധതികൾ നടന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ജനപ്രതിനിധികൾ ഇനീഷ്യേറ്റ് ചെയ്യാത്തതുകൊണ്ട് ആ പദ്ധതികളെല്ലാം ലാപ്സായി പോയിരിക്കുകയാണ്. ബൈപ്പാസ് ഹൈവേയുടെ അല്ലേ പ്രോജക്റ്റ്? സ്റ്റേറ്റ് ഹൈവേ ആണ്. സ്റ്റേറ്റ് ഹൈവേ അത് നാഷണൽ ഹൈവേയിലേക്ക് നമ്മൾ ഏറ്റെടുത്ത് കൊടുക്കണമല്ലോ. അതുപോലെ തന്നെ കൊല്ലങ്കോട്, നെന്മാറ, കൊടുവായൂർ, പുതുനഗരം അവിടെയുള്ള രൂക്ഷമായ ഗതാഗത കുരുക്കാണ്. ഇതിന് പരിഹാരം കാണേണ്ട ബൈപ്പാസുകൾ എന്നും തിരഞ്ഞെടുപ്പ് വരുമ്പം മുന്നണികൾ ഈ പ്രകടന പത്രികകൾ ഉൾപ്പെടുത്തും എന്നല്ലാതെ അത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നുമില്ല. അപ്പം സത്യം പറഞ്ഞാൽ ഈ 10-30 കിലോമീറ്റർ യാത്രയാണെങ്കിൽ ഒരു വല്ലാത്ത പ്രയാസമാണ്. 1.5 മണിക്കൂർ 2 മണിക്കൂർ ഗോവിന്ദാപുരം മുതൽ വടക്കഞ്ചേരി വരെ യാത്ര ചെയ്യാം. അപകടങ്ങൾ കൂടുന്നു. അപ്പോൾ ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള ബൈപ്പാസുകളുടെ നിർമ്മാണം, ഇതിനെ നാഷണൽ ഹൈവേ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള പദ്ധതികൾ, ഇതാണ് പ്രയോറിറ്റി കൊടുക്കുന്ന മൂന്നാമത്തെ വിഷയം. അപ്പോൾ BDJS എന്നുള്ള സംഘടന തുടങ്ങിയത് സാമുദായികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ മറ്റ് സമുദായത്തിൽപ്പെട്ടവരും ഈ BDJSലുണ്ടോ? ഉണ്ട്, ധാരാളമുണ്ട്. BDJS ഉണ്ടായ സാഹചര്യം തന്നെ അന്ന് UDF ഗവൺമെൻറ്റിൻ്റെ പശ്ചാത്തലം 2015 നമ്മളുണ്ടാവുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടാവാത്ത രീതിയിൽ മതം സർക്കാരിൽ ഇടപെടുന്നൊരു സാഹചര്യമായിരുന്നു അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ. പല കോൺഗ്രസ് നേതാക്കന്മാരും പറയാറുണ്ട്, ഞങ്ങൾ ക്യാബിനറ്റ് കൂടുന്നത് പ്രത്യേകിച്ച് ലീഗിന് ഈ ആനുകൂല്യങ്ങൾ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കൊടുക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് അന്നത്തെ ഒരു കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാറുണ്ട്. അവർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന് പരാതി ഞങ്ങളെല്ലാം ഉന്നയിച്ചത് മറ്റേ കോൺഗ്രസ് ആയിരുന്നു. അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലില്ലാത്ത രീതിയിൽ ആദ്യമായിട്ടാണ് ക്യാബിനറ്റ് മന്ത്രിമാരെ പാണക്കാട് തങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയം ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ലീഗിന് 5 മന്ത്രിമാർ വേണം എന്നുള്ള 5-ാം മന്ത്രി വിവാദമൊക്കെ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ മന്ത്രിമാരെയും അവരുടെ വകുപ്പും നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. പക്ഷെ പാണക്കാട് തങ്ങൾ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് 5 മന്ത്രിനെ 5-ാം മന്ത്രിയെ പ്രഖ്യാപിക്കുന്ന വകുപ്പ് തീരുമാനിക്കുന്നു. അങ്ങനെ ലീഗ് അമിതമായി കോൺഗ്രസിലേക്ക് ഇടപെടുന്ന സാഹചര്യം. ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗം പറയുന്ന നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ക്രൈസ്തവ അല്ലെങ്കിൽ ഇസ്ലാം ചിന്താഗതിക്കാരൊക്കെ നോക്കുകുത്തുകളായി നിൽക്കുന്നൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിനൊരു മാറ്റമാണ്. ഭൂരിപക്ഷ സമുദായത്തിലെ പാവപ്പെട്ട മുഴുവൻ ആളുകൾ, പിന്നോക്ക ദളിതന്മാർ, അതുപോലെ തന്നെ നായർ കമ്മ്യൂണിറ്റിയിലുള്ള ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകൾക്കും പ്രതികരണശേഷി നഷ്ടപ്പെടുന്നൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ വിഭാഗം ആളുകളെയും സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്ന മുഴുവൻ ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഈ പറഞ്ഞ LDFൻ്റെയും UDFനും ഒരു ബദൽ സംവിധാനം വേണം എന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് BDJS രൂപീകരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല. അന്ന് തുഷാർജി നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൽ അക്കീരമൺ കാളിദാസ് ഭട്ടതിരിപ്പാട് ഉണ്ടായിരുന്നു. KPMSൻ്റെ സമുദായ നേതാവ് TV ബാബുച്ചേട്ടനുണ്ടായിരുന്നു. പൈലി വാത്തിയാട് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ശക്തമായ നേതാവാണ്. അത് അദ്ദേഹം ഇന്നും ഉണ്ട്. അങ്ങനെ ഈ പറഞ്ഞ സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മയായിട്ടാണ് BDJS രൂപീകരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ പ്രതീകമല്ല BDJS. ഇന്നും അതേ ആശയത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. സോഷ്യൽ ജസ്റ്റിസാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതേപോലെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അച്ഛൻ പിന്നെ എന്നെ ആക്സെപ്റ്റ് ചെയ്തു, ഇനിയിപ്പോൾ ആ വഴിക്ക് പോട്ടെ. അതിന് മുമ്പ് രസകരമായ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടായിരുന്നു അതേപോലെ? അല്ല, സ്വാഭാവികമായിട്ട് അച്ഛനും മകനും ഒക്കെ ആകുമ്പം അച്ഛന് ഒരുപാട് നമ്മളെക്കുറിച്ചൊരു പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് അതനുസരിച്ചല്ല മകൻ പോകുന്നത് പറയുമ്പോൾ അച്ഛൻ്റെ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ RSSൻ്റെ ശാഖയിൽ പോകുമായിരുന്നു. അവിടെ ശാഖയൊന്നുമില്ല. പക്ഷെ അന്ന് നമ്മൾ തന്നെ RSSൻ്റെ ശാഖയിൽ പോകുമ്പോൾ അച്ഛനവിടെ അതിലേക്ക് വരുമ്പം നമ്മളെ കണ്ടാൽ ആ ശാഖയിൽ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോകും. ശരി, പിടിച്ചിറങ്ങി നമുക്കത് പറ്റിയ പണിയല്ല എന്നൊക്കെ പറയാം. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് വേദനിച്ച കാര്യമാണ്. അതുപോലെ പ്രചാരകന്മാരൊക്കെ സ്ഥിരമായി വീട്ടിലേക്ക് വരും. അച്ഛൻ ആദ്യമൊന്നും അവരെ മൈൻഡ് ചെയ്യില്ല. പക്ഷെ വീണ്ടും 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 വന്ന് അച്ഛനുമായിട്ട് സംസാരിച്ച് ഇതൊക്കെ ആകുമ്പോഴും അച്ഛൻ്റെ ചിന്താഗതിയിൽ തന്നെ മാറുന്നുണ്ട്. ശരി. പിന്നെ അന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒന്നുകിൽ ഫുൾ ടൈമറായിട്ട് പോവുക, അല്ലെങ്കിൽ പ്രചാരകനാകുക. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അച്ഛൻ അത് മകൻ കയ്യിൽ നിന്ന് പോവുക. അച്ഛൻ വീണ്ടും പറയും, നീ എവിടെയെങ്കിലും ഒരു തൊഴിൽ സമ്പാദിക്കുക, എന്നിട്ട് നീ രാഷ്ട്രീയമായിട്ട് വെക്കോ എന്നുള്ള കോംപ്രമൈസിലേക്ക് അച്ഛൻ എത്തുകയാണ്. അങ്ങനെയാണ് ഞാൻ BEd കഴിഞ്ഞ് അധ്യാപകനായിട്ട് കയറുന്നത്. ശരി. അതോടുകൂടി അച്ഛന് പിന്നെ ആ ടെൻഷൻ കഴിഞ്ഞു. മകൻ എവിടെ പോയാലും ഒരു തൊഴിലുണ്ടല്ലോ എന്നുള്ള ആശ്വാസമാണ് ഉണ്ടായിരുന്നത്.
അങ്ങനെ കുഞ്ഞുനാളുകളിൽ ഒരുപാട് രസകരമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് അച്ഛൻ എല്ലാം ഇന്ന് അഡ്മിറ്റ് ചെയ്ത് എന്നേക്കാൾ വലിയ ഒരു സംഘബന്ധുവായിട്ടാണ് അച്ഛൻ മാറുന്നത്. ശരിയാണ്. എപ്പോഴും ഈ രാഷ്ട്രീയക്കാർക്ക് സ്വന്തമായിട്ടൊരു ജോലി വേണം, വരുമാനം വരാനൊരു ജോലി വേണം എന്ന് ഒരാശയം താങ്കൾക്കുണ്ടോ? തീർച്ചയായും. എനിക്ക് മാത്രമല്ല, എൻ്റെ ലീഡർ തുഷാർ വെള്ളാപ്പള്ളി സാറും പറയുന്നതാണ്. BDJSകാരൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ രാഷ്ട്രീയത്തെ ഉപജീവനമായി കാണരുത് എന്ന് എപ്പോഴും പറയാറുണ്ട്. ഒന്നുകിൽ നിങ്ങളൊരു ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ, ജീവിക്കാൻ എന്തെങ്കിലും തൊഴിൽ വേണം. അല്ലാത്ത പക്ഷമാണ് രാഷ്ട്രീയം അഴിമതിയിലേക്ക് പോകുന്നത്. എന്താണ് തൊഴിൽ? ഫുൾ ടൈം പൊളിറ്റിക്സ്. അവർക്കുള്ള വരുമാന മാർഗ്ഗം എവിടെ? ഇന്നത്തെ കാലത്ത് മിനിമം ജീവിക്കണമെങ്കിൽ എത്ര രൂപ ചിലവാണ്? വീട്ടു ചിലവ്, മക്കളുടെ വിദ്യാഭ്യാസം, എല്ലാം ചിലവല്ലേ. അപ്പോൾ ഒരു തൊഴിലുമില്ലാതെ രാഷ്ട്രീയം ഉപജീവന മാർഗ്ഗമായി കാണുന്നൊരു പ്രവണത ശരിയല്ല എന്നുള്ളത് ഞങ്ങളുടെ ലീഡർ തുഷാർജി എപ്പോഴും പറയാറുണ്ട്. ഞങ്ങളുമൊക്കെ അത് തന്നെയാണ് പറയുന്നത്. നമ്മളൊരു ജീവിക്കാനുള്ളൊരു സമ്പാദനം നമുക്കുണ്ടാവണം, അതോടൊപ്പം തന്നെ സാമൂഹ്യ സേവനം ഉണ്ടാവണം. ഈ രണ്ടും കൂടെ ഉണ്ടാകുമ്പോഴാണ് പൊതുപ്രവർത്തനം ഏറ്റവും സുഖമാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായും അഴിമതിക്ക് കീഴ്പ്പെട്ടു പോകും. പിന്നെ ഒരു ഫുൾ ടൈം ജനപ്രതിനിധി ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ ഒന്ന് ഒഴിവാകണ്ടുള്ളൂ. ഇപ്പോൾ മിനിമം ഒരു MLA ആണെങ്കിൽ മുഴുവൻ സമയം മണ്ഡലത്തിൽ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർക്കൊക്കെ തൊഴിൽ രാജിവെക്കുകയോ ലീവ് എടുക്കുകയോ ചെയ്യാം. അല്ലാത്ത പക്ഷം ഒരു സംഘടനാ പ്രവർത്തകൻ ഏതെങ്കിലും ഒരു മേഖലയിൽ അവനൊരു തൊഴിലുണ്ടാവണമെന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ആശയം, തുഷാർജിയുടെ ആവശ്യം. ഞങ്ങളും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ഈ റീൽസിൽ കൂടെയാണ് കൂടുതലും നെന്മാറ കണ്ടിട്ടുള്ളത്. മനോഹരമായ സ്ഥലമാണ്. പിന്നെ പക്ഷേ അവിടെ വന്നാൽ ടൂറിസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും അവിടെ കണ്ടിട്ടില്ല. കേരളത്തിൻ്റെ ഗ്രാമീണ സൗന്ദര്യം അവശേഷിക്കുന്ന അപൂർവ ഗ്രാമങ്ങളിലൊന്നാണ് നെന്മാറ മണ്ഡലം, അല്ലെങ്കിൽ കൊല്ലങ്കോട്, പറമ്പിക്കുളം, നെല്ലിയാമ്പതി, ആ മലനിരകളെ താഴ്വര എന്ന് പറയുന്നത്. ധാരാളം ഇന്ത്യയിൽ നിന്ന് പല ആളുകളും ഇതിനകത്ത് അവിടെ കാണാൻ വരുന്നുണ്ട്. വന്ന ആളുകൾക്ക് എന്താ പറയുക, ബുദ്ധിമുട്ടല്ലാതെ ഒന്നും അവിടെ സർക്കാരുടെ ഭാഗത്തുനിന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. 2 വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ ഈ നെന്മേനി പ്രദേശങ്ങളിൽ റോഡ് ബ്ലോക്കാണ്. സർക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുമില്ല, താമസിക്കാനുള്ള സംവിധാനമില്ല. എന്തിനാ നെല്ലിയാമ്പതിയിൽ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ വന്നാൽ ഒരു അടിസ്ഥാന ആവശ്യം നിർവഹിക്കാൻ കംഫർട്ട് സ്റ്റേഷൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഒരു പ്രയോറിറ്റിയും കൊടുക്കുന്നില്ല. അതൊക്കെ ഒരു വലിയ മോശമാണ്. ഒരു സ്ഥലത്തിന് തന്നെ നാണക്കേടാണ്. ഇതൊക്കെ പ്രൈവറ്റ് ആളുകൾ എന്തൊക്കെയോ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോകുന്നു എന്നല്ലാതെ സർക്കാരുടെ ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു ശ്രദ്ധയും കൊടുക്കാത്തൊരു മേഖല നെന്മാറ മണ്ഡലമാണ്. അതുകൊണ്ട് സ്ഥിരമായി ജയിക്കുന്ന ഒരു രാഷ്ട്രീയ ആധിപത്യം, സ്ഥിരമായി ജയിക്കുന്ന പ്രത്യയശാസ്ത്രം, ഇതിൻ്റെയൊക്കെ ഒരു അഹങ്കാരം പൊതുവെ അവിടുത്തെ ജനപ്രതിനിധികൾക്കുണ്ട്. ഞങ്ങളെങ്ങനെയൊക്കെ ആണെങ്കിലും ജയിച്ചു പോകും എന്നുള്ളത് മൊത്തം പ്രശ്നമാണ്. പാലങ്ങൾ, തകർന്ന പാലങ്ങൾ സമയബന്ധിതമായി ചെയ്യില്ല. ഇപ്പോഴും ഊട്ടപ്പാലം തകർന്ന് അത് പണി തുടങ്ങുന്നേ ഉള്ളൂ. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ആദ്യത്തെ പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യമാണത്. പക്ഷെ പണി ഇലക്ഷൻ ആയപ്പോഴാണ് ഇപ്പോൾ തുടങ്ങാൻ നിൽക്കുന്നത്. ഊട്ട മേൽപ്പാലം ഗതാഗത കുരുക്കാണ്. അവിടെ ഒരു ആംബുലൻസുമായിട്ട് ഒന്ന് വന്നാൽ അവിടെ ബ്ലോക്കാണ്, പാലക്കാട്ടേക്ക് വരാൻ കഴിയില്ല. മാത്രമല്ല ഒരു സർക്കാർ ആശുപത്രി, കിടത്തി ചികിത്സയില്ലാത്ത ആശുപത്രികളാണ് അവിടെ കൂടുതലുള്ളത്. ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് തൃശ്ശൂരിനോ കോയമ്പത്തൂരിനോ പോകേണ്ട സാഹചര്യം. പാലക്കാട് മെഡിക്കൽ കോളേജ് പോലും അപര്യാപ്തമാണ്. ഇതെല്ലാം അവിടെ കിടക്കുന്ന പ്രശ്നമാണ്. അതുപോലെ വന്യമൃഗങ്ങൾ, കൃഷി നശിപ്പിക്കുക. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഒരു മക്കളെ നോക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യത്തിലാണ് ഒരു കർഷകൻ അവൻ്റെ തെങ്ങിനെയും വാഴയൊക്കെ സംരക്ഷിക്കുന്നത്. കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. ഞാനൊരു കർഷകൻ്റെ മകനായതുകൊണ്ട് എനിക്ക് ആ ഫീൽ അറിയാം. അത്രയും കഷ്ടപ്പെട്ട് നോക്കുന്ന വാഴ, തെങ്ങ്, 10, 20, 30 കൊല്ലം പ്രായമായി തെങ്ങിനെ കാട്ടാനക്കൂട്ടം വന്ന് കടപുഴക്കിയെറിയുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ ട്രഞ്ച് നിർമ്മിക്കാൻ പറ്റും. അതുപോലെ തന്നെ സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കാൻ പറ്റും. ഇതൊക്കെ തമിഴ്നാട് പ്രോപ്പറായിട്ട് ശാസ്ത്രീയപരമായിട്ട് അതിനെ തടയിടുന്നുണ്ട്. ഈ നിയോജകമണ്ഡലത്തിൽ തൊട്ടപ്പുറത്ത് ആനമല, ഈ കാട്ടാനകളുടെ വരവിനെയൊക്കെ അവർ പ്രതിരോധിക്കാൻ ഫെൻസിങ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മണ്ഡലത്തിൽ ഇതൊന്നും ചെയ്യുന്നില്ല. കർഷകർ മുറവിളിക്കൂട്ടുക, പ്രശ്നങ്ങളുണ്ടാക്കുക, പ്രതിഷേധം ഉണ്ടാക്കുക, കൂട്ടായ്മ ഉണ്ടാക്കുക, കുറേ സമരങ്ങൾ ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് ശാശ്വത പരിഹാരം കാണാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ആ മണ്ഡലത്തിൽ അവശേഷിക്കുന്നു. അതുപോലെ തന്നെ പക്ഷേ അവിടുത്തെ കായിക താരങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ മെഡൽ നേടുന്ന കായിക താരങ്ങളുള്ള മണ്ഡലമാണ് നെന്മാറ. നീന്തലിൻ്റെ കാര്യത്തിൽ, സ്പോർട്സിൻ്റെ കാര്യത്തിൽ എല്ലാം നാഷണൽ റെക്കോർഡ് വിൻ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ട്. അവർക്കൊരു പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് പോലും ഇല്ലാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഈ കുട്ടികൾ 4 മണിക്ക് എണീറ്റിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജ് ട്രാക്കിലേക്കാണ് പോകുന്നത്. ആലോചിച്ച് നോക്കണം. ഈ കുട്ടികൾ, വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ 4 മണിക്ക് എണീറ്റ്
പാലക്കാട് പോയി പ്രാക്ടീസ് ചെയ്ത് 8-9 മണി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചെത്തി ഫ്രഷായി സ്കൂളിലേക്ക് വരണമെങ്കിൽ 11 മണിയാണ്. ഒരുപക്ഷെ ആ കായിക താരങ്ങളെ നിലനിർത്താൻ അവിടെ ഒരു ട്രാക്ക്, സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ സ്പോർട്സ് ഹോസ്റ്റൽ ഉണ്ടാക്കിയാൽ അവർക്ക് വലിയൊരു ആശ്വാസം കിട്ടുമായിരുന്നു. അപ്പോൾ നെന്മാറയുടെ പ്രതീക്ഷയ്ക്കകത്ത് ജനങ്ങളും അവിടുത്തെ ആളുകളും ഉയരുമ്പോൾ അതിനൊരു സപ്പോർട്ട് ചെയ്യേണ്ടതൊരു ഉത്തരവാദിത്തം ജനപ്രതിനിധികൾക്കുണ്ട്, സർക്കാരിനുണ്ട്. ഇതെല്ലാം വീഴ്ചയായിട്ട് മാത്രം കാണുകയാണ്. അതൊക്കെ ഒരു മാറ്റം വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജനങ്ങൾക്കും അത് ആഗ്രഹമുണ്ട്. ഒരു ഇന്ത്യയുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് താങ്കളുടെ ഏറ്റവും വലിയൊരു ശക്തി എന്താണ്? ഞാൻ വിശ്വസിക്കുന്ന എനിക്കൊപ്പം നിൽക്കുന്ന പ്രവർത്തകരാണ് ഏറ്റവും വലിയ ശക്തി. കാരണം ഞാൻ കുഞ്ഞുനാൾ മുതൽ കണ്ടു വളർന്ന, എന്നോടൊപ്പം നിന്ന ഒരുപാട് BDJs ഉണ്ട്, BJP ഉണ്ട്, സ്വയം സേവകരുണ്ട്, ഒക്കെ ഉണ്ട്. എൻ്റെ പഴയ ഇതാണ്. അവരുടെ ബലമാണ് ആ മണ്ഡലത്തിൽ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ശക്തി. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ലീഡേഴ്സ്, തുഷാർ സാറും വെള്ളാപ്പള്ളി സാറും ചെയ്യുന്ന സ്നേഹം, വാത്സല്യം, ഇതാണ് ഞങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ താങ്കൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. പരാജയം താങ്കൾ എങ്ങനെയെങ്കിലും മാറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പരാജയപ്പെട്ടാലും സേവിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണോ? ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പരാജയത്തെ ഭയക്കുന്നില്ല. പരാജയപ്പെടാത്ത ആരുണ്ട്? അതെ, എല്ലാവരും പരാജയപ്പെടാം. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടില്ലേ? സാക്ഷാൽ ലീഡർ പരാജയപ്പെട്ടില്ലേ? അച്യുതാനന്ദൻ പരാജയമൊന്നും ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതത്തിൽ ഒരു അളവ് പോലെയല്ല. നമ്മൾ എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുക, നമ്മൾ സാധാരണക്കാർക്കൊപ്പം നിൽക്കുക, നിലയുറക്കുക. നമ്മളൊരു അമാനുഷ്യനൊന്നുമല്ല, സാധാരണക്കാരൻ. വയലാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരനല്ല, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യാത്മാവാണ് ഞാൻ. സാധാരണക്കാർക്കൊപ്പം നിൽക്കും. അത് പരാജയവും ജയവും ഒന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അവർക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള ധർമ്മമാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതൊക്കെ ഒരു ചെറിയ കാര്യങ്ങൾ, അതൊന്നും നമ്മൾ ഓർക്കാറില്ല. ഒരിക്കലും വേദനകളെയും അമിതമായ സന്തോഷങ്ങളെയൊന്നും ജീവിതത്തിൽ കൊണ്ട് നടന്നിട്ട് നമുക്ക് എവിടെ എത്തില്ല. ഒരു സന്തോഷത്തിൻ്റെ പേരിൽ അവിരമിക്കില്ല, തിരിച്ചടികളോ ദുഃഖങ്ങളുടെ പേരിൽ വേദനിക്കില്ല. ഒരുപക്ഷെ അത് അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. അച്ഛനൊരു സാത്വികനാണ്. അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ കുറേ കാര്യങ്ങളൊക്കെയാണ്. അതങ്ങനെ പോകുന്നു. ഒരു 10 വർഷം കഴിയുമ്പോൾ നെന്മാറ എങ്ങനെ ഇരിക്കണമെന്നാണ് താങ്കളുടെ മനസ്സിലൊരു സങ്കല്പം? 10 കൊല്ലം കൊണ്ട് ഭാരതത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. അദ്ദേഹത്തിൻ്റെ വിഭാവനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധിയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഗ്രാമങ്ങളിലൊന്നായിട്ട് നെന്മാറയെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അത് ഗ്രാമീണ ടൂറിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, കർഷകരുടെ ആണെങ്കിലും ശരി, റോഡ് വികസനത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നൊരു കാലഘട്ടം മോദിജിയുടെ കാലഘട്ടമാണ്. അതിനുതകുന്ന ദേശീയപാതകൾ, ഗ്രാമീണ സഡക് യോജന പ്രകാരമുള്ള ഗ്രാമീണ റോഡുകൾ, ഇതെല്ലാം നെന്മാറയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഒരു യൂണിറ്റ് നെന്മാറയിൽ തുടങ്ങാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ കുടിവെള്ള ക്ഷാമം ഫുൾ പരിഹരിച്ചു കഴിഞ്ഞു. എങ്കിലും കുരിയാറുകുറ്റി പോലെയുള്ള വൻകിട പ്രൊജക്റ്റുകൾ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ തുടങ്ങാത്ത കോളേജാണെങ്കിൽ പോലും കേന്ദ്ര സമ്മർദ്ദത്തിൽ ഏതെങ്കിലും ഒരു ക്യാമ്പസ് അവിടെ തുടങ്ങാനുള്ള ശ്രമം നടത്താൻ കഴിയും. അതുപോലെ തന്നെ സെൻട്രൽ സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്പോർട്സ് ഹോസ്റ്റലോ അല്ലെങ്കിൽ ഗ്രൗണ്ടോ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പദ്ധതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മാംഗോ എക്സ്പോർട്ടിങ്, ഇന്ത്യയുടെ മാങ്ങ ആദ്യം പാകമാകുന്ന സ്ഥലമാണ് മുതലമട, കൊല്ലങ്കോട്, ഇലവഞ്ചേരി. അവർക്ക് വേണ്ടുന്നുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ച് സെൻട്രൽ ഹോർട്ടിക്കൾച്ചറിൻ്റെ ഒരു യൂണിറ്റ് കൊല്ലങ്കോട് BCയിൽ സ്ഥാപിക്കാൻ കഴിയും. അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിലും അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന, ടൂറിസത്തിൻ്റെയും കർഷകരെയും യുവാക്കൾക്കും ഒക്കെ സഹായം കഴിയുന്ന ഒരു മേഖലയായി കൊല്ലങ്കോട്. പിന്നെ മറ്റൊന്നുണ്ട്, ഞാൻ വിട്ടുപോയ കാര്യം, കൊടുവായൂരിലെ ടെക്സ്റ്റൈൽസ് മേഖലയുണ്ട്. ഒരുപക്ഷെ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നത് തിരുപ്പൂരായിരുന്നു, തമിഴ്നാടാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽസിൻ്റെ കയറ്റുമതി എന്നൊരു സെൻറ്റർ ഈ നെന്മാറയുടെ കൊടുവായൂരാണ്. ഇതിനെയൊക്കെ നമുക്ക് സെൻട്രൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സ്പോർട്ടിംഗ് യൂണിറ്റുകൾ, സഹായങ്ങൾ, സ്റ്റാർട്ടപ്പ് പദ്ധതികൾ. സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതെല്ലാം നമുക്കവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ക്യാൻവാസാണ് മോദിജി കഴിഞ്ഞ 12 വർഷമായി ഞങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നെന്മാറയെ സമഗ്രമായൊരു വികസനം മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ആദിവാസി മേഖല ഉൾപ്പെടുന്ന പ്രദേശമാണ് പറമ്പിക്കുളം. വന്നിട്ടുണ്ടോ അങ്ങോട്ട്? ഉണ്ട്. അല്ലേ, അവിടത്തേക്ക് റോഡ് പോലും ഇല്ല. ഈ മുതലമട പഞ്ചായത്തിലെ പറമ്പിക്കുളത്തിലേക്ക് പോകണമെങ്കിൽ തമിഴ്നാട് വഴി 40 കിലോമീറ്റർ ചുറ്റിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അവർക്കൊരു പഞ്ചായത്ത് ഓഫീസിൽ വരണമെങ്കിൽ 40 കിലോമീറ്റർ ചുറ്റി വരണം.
അവർക്കൊരു വില്ലേജ് ഓഫീസിൽ വരണമെങ്കിൽ ഇങ്ങോട്ട് ചുറ്റി വരണം. അതിന് പകരം മുതലമടയിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഒരു റോഡ് ഒരു 5 കിലോമീറ്റർ നടത്തിയാൽ അവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ ആ റോഡ് അവർ തന്നെ ചെയ്യാൻ പോകുമ്പോഴും MLA അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷമായി. സ്വന്തം പഞ്ചായത്തിലെ ഗ്രാമത്ത് പോകണമെങ്കിൽ തമിഴ്നാടിൻ്റെ ചുറ്റി ആനമല വഴി അവിടെ എത്തണം. 45 കിലോമീറ്റർ യാത്രയാണ്. അവിടെ ചെക്ക് പോസ്റ്റുകൾ 2-3 ഉണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. ഇതെല്ലാം അതിജീവിച്ച് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം അവിടെയുണ്ട്. അവിടെ എല്ലാം അടിസ്ഥാന പ്രശ്നം ആ റോഡാണ്. സ്വന്തം പഞ്ചായത്ത് ഓഫീസിലേക്ക് വരണമെങ്കിൽ 5 കിലോമീറ്റർ കൊണ്ടുവരുന്നതും ഈ പറഞ്ഞ 50 കിലോമീറ്റർ ചുറ്റി വരുന്നതും വ്യത്യാസമുണ്ട്. ഇതിനെല്ലാം പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യം അടുത്ത 10 വർഷം കൊണ്ട് അവിടെ ഉണ്ടാക്കാൻ കഴിയും. ജയിച്ചാലും പരാജയപ്പെട്ടാലും ഈ വിഷയങ്ങൾ ജനങ്ങളുടെ മുൻപിൽ ലൈവായി നിർത്തി സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാനും ദേശീയ ജനാധിപത്യ സഖ്യവും പ്രതിജ്ഞാബദ്ധമാണ്.